അർജുൻ. എസ് സർ. ദേവനെ വിളിച്ച് ഏത് ഹോസ്പിറ്റലിലേക്കാണ് ജോർജിനെ മോളെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ചോദിക്കണം. എന്നിട്ട് അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക്. ജോ പറഞ്ഞതും അർജുൻ അവനെ നോക്കി തലയാട്ടി. എങ്കിൽ നിങ്ങൾ പൊക്കോ, ചെന്ന് പ്രൊസീജിയർ ചെയ്യ്. എൻ്റെ അളിയനെ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടേക്ക്. ചിലപ്പോൾ ഇനി കണ്ടില്ലെങ്കിലോ? ജോ പറഞ്ഞതും അർജുൻ ചിരിച്ചു. പിന്നെ അറസ്റ്റ് ചെയ്തവന്മാരെയും കൂട്ടി അവൻ പോയി. റാം, ഇവനെ കൊണ്ടുപോയിക്കോ, ഞാൻ വൈകിട്ട് വന്നോളാം. ജോ പറഞ്ഞതും റാമും അവനെ കൂട്ടിപ്പോയി. അവരുടെ വണ്ടികൾ പോകുന്നത് ജെനിയും ആമിയും പേടിയോടെ നോക്കി. പേടിച്ചോടി? ജോ ജെനിയെ നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി. ഇനി പേടിക്കണ്ട കേട്ടോ. നിക്കു, ചെല്ല്, ഇവളെയും കൂട്ടി പൊക്കോ. ജോ കണ്ണ് കാണിച്ചുകൊണ്ട് പറഞ്ഞതും നിക്കു ജെനിയെയും കൂട്ടി വണ്ടിയിൽ കയറി. ചാച്ച, ആമി. ജെനി ആമിയെ നോക്കി പറഞ്ഞു. അതിനെ ഞാൻ കൊണ്ടുവന്നോളാം, മോള് പൊക്കോ. പിന്നെ ഇന്നിവിടെ പൊട്ടിയാമിട്ട് അവിടെ ആരെയും അറിയിക്കണ്ട. ഞാൻ വന്നിട്ട് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി അറിയിക്കാം. ജോ പറഞ്ഞതും ജെനി തലയാട്ടി. ജോ ആമിയെ നോക്കി. അവൾ ജോയെ നോക്കാതെ മുഖവും വീർപ്പിച്ച് മനുവിനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ജോ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വന്നത് അറിഞ്ഞിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല. ജോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. വിട്, എന്നെ തൊടണ്ട. അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ടിരുന്നു. ജോ മനുവിനെ കണ്ണു കാണിച്ചതും അവനും ചിരിച്ചുകൊണ്ട് നിക്കുവിൻ്റെ കൂടെ കാറിൽ കയറി. നിക്കു അവനെ നോക്കി തലയാട്ടിയതും ജോ ചിരിച്ചു. നിക്കു കാറെടുത്തു. വിടടാ പട്ടി. ആമി അവൻ്റെ കയ്യിൽ കടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റി അവളെ പൊക്കിയെടുത്ത് അവൻ്റെ താറിൻ്റെ ബോണറ്റിലേക്ക് ഇരുത്തി. അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ മീശ പിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു. മാറിപ്പോ, എന്നെ തൊടണ്ട. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി? നീയൊരു ഓഫീസറിനെ ഈ പട്ടി എന്നൊക്കെ വിളിക്കുന്നത്? അവൻ അവളുടെ രണ്ട് സൈഡിലും കൈ ഊന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മുഖം കൊട്ടി കാണിച്ചു. എന്താടി നിനക്കൊരു പുച്ഛം? എനിക്കൊരു പുച്ഛമില്ല. ഒന്ന് താഴെ ഇറക്കോ, എനിക്ക് വീട്ടിൽ പോകണം. ഇല്ലെങ്കിലോ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ്. കുഞ്ഞ് മറന്നുപോയോ? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. ഫസ്റ്റ് നൈറ്റ് മാത്രമല്ല, ലാസ്റ്റ് നൈറ്റും കൂടിയാ. അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ലാസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെയോ? അതൊന്നും പറ്റില്ല. ലാസ്റ്റ് നൈറ്റ് എനിക്ക് എന്തെങ്കിലും നിന്നെ മടുക്കുമ്പം മതി. അവൻ അവളുടെ മാറിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റി. അപ്പോൾ എന്നെങ്കിലും എന്നെ മടുക്കും അല്ലേ? പിന്നെ മടുക്കാതെ. എന്ന് നീ തന്നെയാകുമ്പോൾ എനിക്ക് ബോറടിക്കില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അവൾ അതിൻ്റെ മുകളിൽ നിന്നും ചാടിയിറങ്ങാൻ നോക്കി. പക്ഷെ നീളമില്ലാത്തതുകൊണ്ട് അവൾക്ക് ചാടിയിറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എന്തേ ചേച്ചി ഇറങ്ങുന്നില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി. അവൾ മുഖം കുറിപ്പിച്ചവനെ നോക്കി. എടി, പെമ്പിള്ളേരായാൽ കുറച്ച് ഹൈറ്റൊക്കെ വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ പട്ടി. അവൾ വീണ്ടും വിളിച്ചു. എടി, ഈ അനുദേവനെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് അവളുടെ കൂടെ കൂടി എന്നെ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, ഒരു വീക്കൂടെ വെച്ച് തരിഞ്ഞ്. അവൻ അവളുടെ ചെവിയിൽ കിഴുക്കിക്കൊണ്ട് പറഞ്ഞു. വേദനിക്കുന്നു, വിട്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി എന്നെ പട്ടിയെന്ന് വിളിക്കുമോ? ഇല്ലില്ല, ഇച്ചായാന്ന് മാത്രമേ വിളിക്കുള്ളൂ, സത്യം. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ചിരിയോടെ പിടിവിട്ടു. ഇനി പറയ്, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ പിണക്കത്തിന് കാരണം? ഞാൻ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതിനോ അതോ ഇതൊക്കെ മറച്ചു വെച്ചതിനോ? അവൻ അവളുടെ തുടയിൽ രണ്ട് കൈയും മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. രണ്ടിനുമല്ല. പിന്നെ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ സാരി ഉടുത്ത് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് എത്ര നേരം ഇത് ഉടുത്തോണ്ട് നിന്നെന്നറിയോ? എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ, ഒരു ഫാൻ പോലും ഇല്ല. ഇത് കഴിച്ചു കളയാൻ തോന്നുക. അവൾ സാരിത്തുമ്പ് വീശിക്കൊണ്ട് പറഞ്ഞു. ഓ, അത്രേ ഉള്ളോ പ്രശ്നം? നീ സാരി മാറിക്കോ, ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്താ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യ, എന്നിട്ട് വേണം ഇച്ചായൻ ഫസ്റ്റ് നൈറ്റ് ഇവിടെ നടത്താൻ അല്ലേ? അവൾ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു. ആമിക്കുട്ടി ഇച്ചായനെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, കൊച്ചു കള്ളി. അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. അവൾ നിലവിളിച്ചുകൊണ്ട് ഇടുപ്പിൽ തിരുമ്മി. എല്ലായിടം പിച്ചിപ്പറിച്ചെടുക്ക് ദുഷ്ടൻ. അവൾ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ആമി, ഞാൻ നിന്നോട് എൻ്റെ ജോലി മറച്ചു വെച്ചതിൽ നിനക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. അതെന്താ? ഇച്ചായൻ എന്നോടത് പറഞ്ഞെങ്കിൽ ഞാൻ എല്ലാവരോടും അത് പറഞ്ഞേനെ. ഇവിടെ ഇവരുടെ മുമ്പിലും ഞാൻ പറഞ്ഞേനെ. അപ്പോൾ ഇച്ചായൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങളെ ഇവർ മാറ്റിയേനെ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളുടെ നെറുകയിൽ തലോടി. പപ്പയോടും അമ്മയോടും എന്തിനാ മറച്ചു വെച്ചത്? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ ഇവിടെ ആരോടും പറയാതെയാ ഇതിൻ്റെ പുറകെ പോയത്. പണ്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒരു ഓഫീസർ സ്ഥാനം വേണമെന്ന്. അങ്ങനെ പോയതാ. എല്ലാം കഴിഞ്ഞ് സെറ്റായപ്പോൾ ആദ്യമായി എന്നെ ഏൽപ്പിച്ച പണിയായിരുന്നു ഈ പെൺകുട്ടികൾ മിസ്സാവുന്ന കേസ്. അത് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബാക്കിയൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചത്.
നീ എൻ്റെ ഭാര്യയായതും ജിൻസൺ ഇതിൽ പെടുന്നതും എല്ലാം. അങ്ങനെ അവനെ അന്വേഷിച്ചപ്പോഴാണ് ജിൻസൺ ഇതിലൊരാളാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എല്ലാം എൻ്റെ പ്ലാൻ പോലെ നടന്നു. അവന്മാർക്ക് എല്ലാം അറിയാം, പപ്പയ്ക്കും അറിയാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പപ്പയ്ക്കും അറിയോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അറിയാം. ബട്ട് പപ്പയ്ക്ക് അറിയാമെന്ന് വേറെ ആരോടും നീ പറയരുത്. പപ്പയും മമ്മിയും തമ്മിൽ അങ്ങനെ സീക്രട്സ് ഒന്നും വെക്കാറില്ല. ഇതാണ് അവർക്കിടയിലുള്ള ഫസ്റ്റ് സീക്രട്ട്. ഇത് പപ്പയ്ക്ക് അറിയാമെന്ന് മമ്മി അറിഞ്ഞാൽ പിന്നെ പൊടിപൂരമായിരിക്കും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളും ചിരിച്ചു. ഇച്ചായ, അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പുരികം പൊക്കി. ഒന്നുമില്ല. അത് ചുമ്മാ. എന്തോ ഉണ്ടല്ലോ. എന്താ പറയേ. എന്നെ വഴക്കു പറയുമോ? അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ പിടിച്ചു കറക്കിക്കൊണ്ട് ചോദിച്ചു. തീർച്ചയായും. എനിക്ക് ദേഷ്യം വരുന്ന കൊനിഷ്ഠ വർത്താനമാണെങ്കിൽ ഞാൻ വഴക്കു പറയും. എങ്കിൽ ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ പോകാം. എന്നെ ഇറക്ക്. സൗകര്യമില്ല. നീ പറയാൻ വന്നത് പറഞ്ഞിട്ട് പോയാൽ മതി. വേണ്ട, ഇച്ചായൻ ദേഷ്യപ്പെടും, എനിക്കറിയാം. ആമി, നീ കാര്യം പറ. ചുമ്മാ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് പിന്നെ ജിൻസനെ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ അയാളെ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്യേണ്ടെന്ന്? അവൻ കൈകൾ മാറിൽ കെട്ടി ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു. അവൻ ദേഷ്യപ്പെട്ടതും അവൾ തല കുനിച്ചു. പറയടി, എന്ത് ചെയ്യേണ്ടെന്നാ നീ പറയുന്നേ? അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. പറയടി, എൻ്റെ പെങ്ങളെ പിച്ചി ചിന്തിയവനെ എന്ത് ചെയ്യേണ്ടെന്നാ നീ പറയുന്നേ? പല വീട്ടിലെയും പെൺകുട്ടികളെ ഓരോരുത്തന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന അവനെ ഞാൻ ഒന്നും ചെയ്യണ്ടേ? ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ നാട് കടത്തിയനെ. അതൊക്കെ ഞാൻ വെറുതെ വിടണോടി? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. ആമി, പറയാൻ. അവൻ ബോണറ്റിലടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ ഞെട്ടി കണ്ണുകൾ നിറച്ചവനെ നോക്കി. അവൻ അവളെ പൊക്കിയെടുത്ത് താഴേക്ക് നിർത്തി. വാ പോകാം. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. ഇച്ചായ, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്താടി പറഞ്ഞത്? നിനക്കും എല്ലാം അറിയാവുന്നതല്ലേ? നിന്നോടും അവൻ ചെയ്തിട്ടില്ലേ ഓരോന്ന്? അതിൻ്റെ ഇരട്ടിയല്ലേടി അവൻ എൻ്റെ മോളോട് ചെയ്തത്? നീ ഒരു പെണ്ണല്ലേ? ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നീ എൻ്റെ കൂടെ കിടന്നതിന് എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുഭവിച്ച അവളോ? എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവനെ ഒന്നും ചെയ്യരുതെന്ന് അല്ലേടി? നിന്റെ അനുവാദം ഇല്ലാതെ ഒരുപാട് തവണ നിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടുണ്ട്. എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്? അപ്പോൾ നീ എൻ്റെ അടുത്ത് നിന്നത് അതൊക്കെ ആസ്വദിച്ചാണോ? പറയടി, സത്യം പറയാലോ ആമി, എനിക്ക് നിന്റെ സ്വഭാവം ചില നേരത്തെ തീരെ പിടിക്കുന്നില്ല. എന്നാ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആസ്വദിച്ചാണോ എൻ്റെ മുമ്പിൽ നിന്നത്? അല്ല. അവൾ കുനിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാം നഷ്ടപ്പെട്ട അവൾക്കോ? ഇച്ചായ, സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. ജയിലിൽ വിടാതെ ഇച്ചായൻ അയാളെ മാറ്റിയില്ലേ? അപ്പോൾ മറ്റെന്തോ ചെയ്യാനല്ലേ അത്? ജയിലിൽ വിട്ടാൽ പോരെ എന്നാ ഞാൻ ചോദിച്ചേ, അല്ലാതെ വെറുതെ വിടാനല്ല. അവൾ കണ്ണുകൾ നിറച്ച് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. ആമി, നിനക്ക് ആരെയും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്ന് കരുതി അവനെ വെറുതെ വിടാൻ അവന് വക്കാലത്തുമായിട്ട് നീ എൻ്റെ അടുത്ത് വരരുത്. അത് നമുക്കിടയിൽ പ്രശ്നമുണ്ടാക്കുമെന്നതല്ലാതെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പറഞ്ഞത് മനസ്സിലായോ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. അവനൊന്ന് മൂളി. സോറി, അവൾ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും മൂളി. ചിരിക്കിച്ചായ, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടില്ലേ? അവൾ കൈ ചൂണ്ടി കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞതും അവന് ചിരി വന്നു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ എടുത്ത് താഴേക്ക് നിർത്തി. ആമി, എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അവൻ പറഞ്ഞതും അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. എന്താ ഇച്ചായ? അവൾ പേടിച്ച് ചോദിച്ചു. അത് നീ അറിയാത്തൊരു മുഖം കൂടി എനിക്കുണ്ട് ആമി. അത് നിന്നെ ഒരിക്കലും അറിയിക്കരുതെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എല്ലാ അർത്ഥത്തിലും നീ എൻ്റേതാകുമ്പോൾ നമുക്കിടയിൽ ഒരു സീക്രട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിന്നോട് പറയാൻ പോകുന്നത്. എന്താ ഇച്ചായ? അത് ഞാനൊരു പോലീസ് ഓഫീസറാണ്. നിനക്കിന്ന് മനസ്സിലായല്ലോ അത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ പല പീഡന കേസുകളും അന്വേഷിച്ചിട്ടുണ്ട്. ബട്ട് അവന്മാരൊന്നും പുറംലോകം കണ്ടിട്ടില്ല. ഇനി കാണാനും പോകുന്നില്ല. എന്തിന്? അവരെവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയാം. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ ഞെട്ടലോടെ ഇരിക്കുകയാണ്. അവന്മാർ പുറംലോകം കണ്ടിട്ടില്ല, പക്ഷേ പരലോകത്തെത്തിയിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവൾ വീണ്ടും ഞെട്ടി. ഞാൻ അവന്മാരെ കൊന്നത്. അങ്ങനെയുള്ളവന്മാരൊന്നും ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇച്ചായ, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു. സോറി ആമി, ഞാൻ ചെയ്യുന്നതിൽ ഒരു കുറ്റബോധം എനിക്കില്ലടി. പിഞ്ചു കുഞ്ഞിനെ പോലും വെറും ഒരു കാമവസ്തുവായി കാണുന്ന അവന്മാരെ എനിക്ക് ജീവനോടെ വെക്കാൻ തോന്നിയില്ലടി.
അതുകൊണ്ടാ. നീ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആഗ്രഹിക്കാത്തവളാണ് നീ. നിനക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോടി? അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെയുള്ളവരെ ഒന്നും വെറുതെ വിടണ്ട ഇച്ചായ. ജയിലിൽ വിട്ടാൽ വീണ്ടും അവരിറങ്ങും. പിന്നെ അത് തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ളവന്മാരെ ഒന്നും വെറുതെ വിടണ്ട. പിന്നെ ഇച്ചായൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് എനിക്കറിയാം. ഇച്ചായൻ എന്ത് തെറ്റ് ചെയ്താലും അതിൽ ശരി കണ്ടെത്താനാ ഈ ആമിക്കിഷ്ടം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ ആമിയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. അവൾ അവൻ്റെ തോളിലേക്ക് തലവെച്ച് മയങ്ങിയിരുന്നു. ആമി മോളെ. വീട്ടിലേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയതും അവൻ അവളെ തട്ടി വിളിച്ചു. മയക്കം നഷ്ടപ്പെട്ടതുപോലെ അവൾ ഞെരുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. വിശക്കുന്നു ഇച്ചായ. എഴുന്നേറ്റ പാടെ അവൾ ജോയെ നോക്കി പറഞ്ഞു. വീടെത്തിയടി, ഇറങ്ങ്, വാ നമുക്ക് ആഹാരം കഴിക്കാം. അവൻ പറഞ്ഞതും അവൾ ചുറ്റിനും നോക്കി. അപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത് അവൾ അറിഞ്ഞത്. അവരുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും അകത്തു നിന്നും എല്ലാവരും ഇറങ്ങി വന്നു. ആമി മോളെ. ലിസി അവളെ വിളിച്ചുകൊണ്ട് ഇറുക്കി പിടിച്ചു. ഒന്നുമില്ല മമ്മി, ഞാൻ ദേ വന്നില്ലേ. ആമി ചിരിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. പപ്പേ. ജേക്കബിനെ കണ്ടതും അവൾ ഓടിച്ചെന്നു. പേടിച്ചോ മോളെ? അയാൾ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായനില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും ജോയും ചിരിച്ചു. ആമി ചിന്നുവും മനുവും വിളിച്ചുകൊണ്ട് ചെന്നതും അവൾ അവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. കുറേ നേരമായിട്ട് നിങ്ങളെ കാണാഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയിടി. ചിന്നു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജെനി കഥകളൊക്കെ പറഞ്ഞോടി. ആമി പതിയെ ചിന്നുവിനോടും അനുവിനോടും ചോദിച്ചു. ഇല്ലടി, അവരും വന്ന് കയറിയതേ ഉള്ളൂ. എന്താടാ നിങ്ങൾ വരാൻ ഇത്രയും താമസിച്ചത്? ജോ സംശയത്തോടെ മനുവിനോട് ചോദിച്ചു. വരുന്ന വഴിക്ക് ഹോട്ടലിൽ കയറിയടാ. വിശന്നു മനുഷ്യൻ്റെ കുടല് കരിഞ്ഞു. ഇവിടെ വരെ വരാനുള്ള ത്രാണിയില്ലായിരുന്നു. മനു ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. അയ്യോ, ഇപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്തത്. എനിക്ക് വിശക്കുന്നു മമ്മി. ഈ ഇച്ചായൻ എനിക്ക് ഒന്നും വാങ്ങി തന്നില്ല. ആമി വയറ്റിൽ കൈവച്ചുകൊണ്ട് ലിസയോട് പരാതി പറഞ്ഞതും ജോ അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു. നീ എന്താടാ എൻ്റെ മോക്കൊന്നും വാങ്ങിക്കൊടുക്കാഞ്ഞേ? മനു കപട ദേഷ്യത്തോടെ ജോയോട് ചോദിച്ചു. നിന്റെ പെങ്ങൾ കയറിയപ്പോൾ തൊട്ട് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുക. ഞാനെന്ത് ചെയ്യാനാ? ജോ കൈമലർത്തി കാണിച്ചു. മതി മതി, എൻ്റെ മോക്ക് ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞ് ലിസ അവളെയും പിള്ളേരെയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് അവൾ ജോയെ നോക്കി കോക്കറി കുത്തി കാണിച്ചു. അത് കണ്ട് കപട ദേഷ്യത്തോടെ അവൻ നോക്കിയെങ്കിലും അവളുടെ പ്രവൃത്തി കണ്ട് അവൻ ചിരിച്ചു. ദേവൻ എവിടെടാ? ദേവനെ കാണാഞ്ഞതും ജോ സംശയത്തോടെ മനുവിനോടും നിക്കോവിനോടും ചോദിച്ചു. ഇപ്പം വരും, ഞാൻ വിളിച്ചായിരുന്നു. പോലീസ് എത്തിയിട്ടാണ് അവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്. അയാളുടെ കണ്ടീഷൻ കുറച്ച് മോശമാണല്ലേ? ജോ സംശയത്തോടെ അവരോട് ചോദിച്ചു. ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. മുറിവ് കുറച്ച് ആഴത്തിലുണ്ട്. റിക്കവറാകാൻ സാധ്യത കുറവാണ്. ജോ ഒന്ന് അമർത്തി മൂളി. ജോ, മെറിൻ്റെ കാര്യം എങ്ങനെയാ? അവളൊരു പെൺകുട്ടിയല്ലേ? ജയിലിലൊക്കെ പോയാ നോക്കാം. അയാളുടെ കണ്ടീഷൻ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ജിൻസൺ മനു സംശയത്തോടെ ചോദിച്ചു. വൈകിട്ട് പോകാം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനും തീരുമാനമുണ്ടാക്കാം. ജോ ഗൗരവത്തോടെ പറഞ്ഞു. ആമിയും ജെനിയും അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ ലിസയോടും പിള്ളേരോടും പറഞ്ഞ് തകർക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ജോയുടെ കാര്യം പറയാൻ ആമി വാ തുറന്നെങ്കിലും ജെനി അവളെ കണ്ണു കാണിച്ചു. അവൾ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി. എടി ജെനി, ചോദിക്കാൻ മറന്നു. നീ എന്തിനാ അതിനിടെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത്? ആമി സംശയത്തോടെ ചോദിച്ചു. ഇവളിപ്പോൾ പ്രഗ്നൻ്റായി? അനു സംശയത്തോടെ ചോദിച്ചു. എടി, അതുകൊണ്ടല്ലേ അവൻ്റെ തനിനിറം ജോർജും മോളും അറിഞ്ഞത്. എന്നെ അവിടുന്ന് കൊണ്ടുപോയപ്പോൾ തന്നെ അയാൾ വണ്ടിയിലിരുന്ന് പറഞ്ഞതാ എന്നെ അയാൾക്ക് വിൽക്കുമെന്നും അയാൾക്ക് കന്യകയായിട്ടുള്ള പെൺപിള്ളേരെയാ വേണ്ടതെന്നൊക്കെ. പക്ഷേ ജിൻസ പറഞ്ഞിരുന്നു നിന്നെയും അയാൾക്ക് കൊടുത്ത് ഇരട്ടി പണം വാങ്ങുമെന്ന്. നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ നിന്നെ വെറുതെ വിടുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവിടെ നടന്ന ട്വിസ്റ്റൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ജെനി അവരെ നോക്കി പറഞ്ഞു. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നോ നീ? ആമി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ അവർക്ക് കൊടുക്കുവോടി? ജെനി തിരികെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആമി പുഞ്ചിരിച്ചു. ചാച്ചാ. ബാൽക്കണിയിൽ നിൽക്കുന്ന ജോയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ജെനി വിളിച്ചു. എന്താ മോളെ? അവളെ കണ്ടതും അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അത് ചാച്ചാ, എനിക്ക് അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. എന്താ മോളെ, എന്തെങ്കിലും അർജൻറ്റാണോ? അത് പിന്നെ ചാച്ചാ, ജിൻസനെ എന്ത് ചെയ്യാനാ? അറിയില്ല, നിയമത്തിന് കൊടുക്കാൻ തോന്നുന്നില്ല ചാച്ചാ. അത് ശിക്ഷിക്കരുതെന്ന് ഞാൻ പറയില്ല, പക്ഷേ കൊല്ലണ്ട, അവൾ ദയനീയമായി പറഞ്ഞു. അവനെ കൊല്ലാതെ വിട്ടിട്ട് നാളെ നിന്നോട് ചെയ്തതുപോലെ ഇനിയും പെൺകുട്ടികളെ ചെയ്യട്ടെ എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ജോ ദേഷ്യത്തോട് ചോദിച്ചു. ജോയുടെ മുഖം മാറിയതും ജെനി പേടിച്ച് തല താഴ്ത്തി. ഞാൻ അവനെ ഒന്നും ചെയ്യില്ല, പക്ഷേ അവൻ്റെ മരണവാർത്ത നീ നാളെ അറിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ജോ അവളെ നോക്കാതെ പുറത്തേക്ക് നോക്കി പറഞ്ഞു. ജോയുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവൻ മരിക്കുമെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്നും അവൾക്ക് മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. വൈകിട്ട് കയ്യും കാലും ബന്ധിക്കപ്പെട്ട നിലയിൽ ആ ഇരുട്ടുമുറിയിൽ അവൻ കിടന്നു. വാ തുണി വെച്ച് മൂടിയേക്കുകയാണ്. അവൻ എവിടെ കിടന്ന് ബഹളമുണ്ടാക്കുന്നുണ്ടെങ്കിലും അടുത്തൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും. കാടാണോ വീടാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കെട്ടിടം. ചുറ്റിനും കരിയില കിടപ്പുണ്ട്. ചീവീടിൻ്റെയും എലിയുടെയും ഒക്കെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അവൻ്റെ കണ്ണ് പോലും മൂടിക്കെട്ടിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും ആരൊക്കെയോ വരുന്നത് പോലെ അവന് തോന്നി. ബൂട്ടുകളുടെയും മറ്റും സൗണ്ട് അവന് കേൾക്കാം. വാതിൽ തുറന്ന സൗണ്ട് കേട്ടതും അവൻ നിരങ്ങി പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു.